അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായി പുതിയ നിയമ വെളിപ്പാടുകൾ ജനഹൃദയങ്ങളിൽ എത്തിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച ജീവശബ്ദ മീഡിയ മിനിസ്ട്രി വളരെ അനുഗ്രഹപ്രദമായി കർത്താവ് നടത്തിക്കൊണ്ടുപോകുന്നോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ ഇത് മുന്നേറുമെന്ന് അറിയാതെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെങ്കിലും ഒരു കൂട്ടം ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹകരണവും അവരുടെ ആഗ്രഹവും ദൈവാത്മാവിനാൽ ഇത് ഇത്രത്തോളം അനുഗ്രഹപ്രദമായി നടത്തിക്കൊണ്ടുപോകാൻ കർത്താവ് സഹായമാക്കിക്കൊണ്ടിരിക്കുന്നു. അനേകരുടെ ആഗ്രഹങ്ങളുടെ നിവൃത്തി എന്ന വണ്ണം ഈ എപ്പിസോഡിനപ്പുറം ദൈവവചനം ക്രമീകൃതമായി പഠിക്കുക എന്ന താല്പര്യമുള്ളവർക്ക് വേണ്ടി ബദേൽ ബൈബിൾ ഫെലോഷിപ്പ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ബൈബിൾ സ്കൂൾ ആരംഭിപ്പാൻ കർത്താവ് കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് സാവകാശം ഒരുക്കി. ക്രമീകൃതമായി 3 വിഷയങ്ങൾ 3 ദൈവദാസന്മാർ അതിൽ ഓരോ ദിവസവും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ബൈബിൾ സർവേ, സഭ, രക്ഷ എന്നീ വിഷയങ്ങൾ അതിനകത്ത് ഓരോ ദിവസവും ക്ലാസ്സുകളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ, വചനം ക്രമീകൃതമായി പഠിക്കുവാൻ താല്പര്യമെങ്കിൽ താഴെ പറയുന്ന നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചേർന്ന ദൈവവചനം പഠിക്കുവാനുള്ള സാവകാശമുണ്ട്. നമ്പറുകൾ 00971505256728. മറ്റൊരു നമ്പർ 9947170550. മറ്റൊരു നമ്പർ 9847566447. ഈ നമ്പറുകൾ നിങ്ങൾ ബന്ധപ്പെടുക. ദൈവവചനം ക്രമീകൃതമായി പഠിക്കുക. ദൈവവചനം പഠിക്കുവാൻ എവിടെ ജനത്തിൻ്റെ അകത്ത് വിശപ്പ് വരുന്നുവോ അവിടെയാണ് അടുത്ത പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം തുടക്കുന്നത്. ദൈവാത്മാവ് ദൈവവചനത്തിലേക്ക് ജനഹൃദയങ്ങളെ ഇറക്കിക്കൊണ്ടുവരും. ആ ദൈവാത്മാവിന് വിധേയപ്പെട്ട്, മനുഷ്യരിൽ വാദിക്കുന്ന ദൈവാത്മാവിന് വിധേയപ്പെട്ട് നാം ദൈവവചനം പഠിക്കുവാൻ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ ദൈവാത്മാവ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടയായിത്തീരും. വചനത്തിന് ഇന്നും ശക്തിയുണ്ട്. വചനം ഇന്നും അത്ഭുതം ചെയ്യുന്നു. വചനം അടുത്തൊരു തലത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നതാണ്. ആകിയാൽ വളരെ പ്രാർത്ഥനയോടെ ഇന്നും നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമാലേഖനം 8-ാം അധ്യായം കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് എന്ന് നാം പഠിച്ചു. അങ്ങനെ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ച നാം ഇനി ഈ ഭൂമിയിൽ ഒരു ശിക്ഷാവിധിയെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നാം കഴിഞ്ഞ ആഴ്ച കണ്ടു. ശിക്ഷാവിധി പ്രധാനമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് ശരീരത്തിൽ നാം അനുഭവിക്കുമ്പോൾ, ന്യായവിധി ഈ ഭൂമിയിലുണ്ട്. അത് പുനരുത്ഥാന ശരീരത്തിലാണ് പ്രധാനമായിട്ട് അനുഭവിക്കുന്നത്. ഈ ഭൂമിയിലും ന്യായവിധി ഇല്ലാതില്ല. ദൈവം സോദോം ഗോമറയെ ന്യായമായി വിധിച്ചു. ശിക്ഷാവിധി ഒരു ശിക്ഷ വിധിക്കുന്നതിനെ ശിക്ഷാവിധി എന്നും ന്യായവിധി ന്യായമായി വിധിക്കുന്നതിനെ ന്യായവിധി എന്നും നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും പുത്രനുള്ള വിശ്വാസത്താൽ കർത്താവ് നമ്മെ വിടുവിച്ച് ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് നോഹയുടെ കാലഘട്ടത്തിലെ ചരിത്രം നമുക്കറിയാം. പത്രോസ് ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ആ പെട്ടകത്തിൽ കൂടെ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറിയാണ്. അർത്ഥാൽ നോഹയുടെ കാലഘട്ടത്തിൽ പെട്ടകത്തിൽ കൂടെ 8 പേർ രക്ഷ പ്രാപിച്ചത് സ്നാനത്തിന് മുൻകുറിയാണെന്ന് പത്രോസ് എടുത്തു ധരിക്കുന്നു. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, അത് ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. ജ്ഞാനസ്നാനത്താലാണ് നാം ക്രിസ്തുവിലാകുന്നതെന്നും കഴിഞ്ഞ ആഴ്ച നാം കണ്ടിരുന്നു. അർത്ഥാൽ ഒരുവൻ ക്രിസ്തുവിലാകുന്നത് ജ്ഞാനസ്നാനത്താലാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ മകനായി മാറുന്നു. ദൈവത്തിന്റെ മക്കളായി തീർന്ന ഒരു വ്യക്തി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ അവൻ രക്ഷിക്കപ്പെടും. എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ ശിക്ഷാവിധിയിലുമാണ് ഒരു വ്യക്തിയെ സ്നാനം രക്ഷിക്കുന്നത്. സ്നാനപ്പെട്ടവൻ
ജീവന്റെ ആത്മാവിന്റെ പുതുക്കത്താൽ ആത്മാവിന് വിധേയപ്പെട്ട് അവൻ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ടതിന് നിഴലാണെന്ന് പത്രോസ് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കൂ, പത്രോസ് പറഞ്ഞ ആ വാക്യം വെച്ചുകൊണ്ട് നിങ്ങൾ നോഹയുടെ പെട്ടകത്തിലേക്ക് ശ്രദ്ധിക്കൂ. നോഹയോട് ദൈവം പറയുന്നു ഒരു പെട്ടകം ഉണ്ടാക്കാൻ. നോക്കൂ, ആ നോഹയുടെ പ്രത്യേകത, അവൻ ജനിച്ച കുടുംബം തന്നെ ഒരു വ്യത്യസ്ത കുടുംബമായിരുന്നു. നോഹ ജനിച്ചപ്പോൾ ആ തലമുറ മൊത്തം പാപത്തിനകത്ത് തകർന്ന് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നോഹയുടെ ജനനത്തെങ്കിൽ നോഹയുടെ പിതാവായ ലാമേക്ക് പറഞ്ഞു, ഇവൻ നമുക്ക് ആശ്വാസം കൊണ്ടുവരും. നോക്കൂ, പിതാക്കന്മാർ പ്രവചിച്ച പ്രവചന വാക്കുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ലാമേക്കിന്റെ പിതാവായ മെഥുശലഹ് ജനിച്ചപ്പോൾ മെഥുശലഹിന്റെ പിതാവായ ഹാനോക്ക് പറഞ്ഞു, ഇവൻ പോയാൽ അത് വരും, പ്രളയം വരും, ഇവൻ പോയാൽ പ്രളയം വരുമെന്ന് മെഥുശലഹിന്റെ പിതാവായ ഹാനോക്ക് പറഞ്ഞ് ഹാനോക്ക് മെഥുശലഹ് എന്ന് പേരിട്ടു. മെഥുശലഹ് ആണ് ഭൂമിയിൽ ഏറ്റവും അധികം ആയുസ്സോടെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരുടെ ഒരു വ്യക്തിയെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മെഥുശലഹ് മരിക്കുന്ന വർഷമാണ് ദൈവം ജലപ്രളയം ഉണ്ടാകാനായിട്ട് അനുവദിക്കുന്നത്. അർത്ഥാൽ നോഹയുടെ കുടുംബം പിതാക്കന്മാരായി ദൈവത്തിൽ നിന്ന് മഹത്വകരമേറിയ സന്ദേശങ്ങളും അനുഭവങ്ങളും പ്രാപിച്ചൊരു കുടുംബത്തിലാണ് നോഹ വളർന്നു വന്നുകൊണ്ടിരുന്നത്. ഹാനോക്ക് നമുക്കറിയാം, ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് കർത്താവിന്റെ വരവിനെ കുറിച്ച് അവൻ പ്രവചിച്ചവനാണ്. അവൻ ദൈവത്തോട് കൂടെ നടന്നവനാണ്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ മെഥുശലഹിനെ കുറിച്ച് അവൻ ശക്തിയോടെ മെഥുശലഹിന്റെ പേരിട്ടപ്പോൾ തന്നെ അവൻ പ്രവചിച്ചവനാണ്. നോക്കൂ, അങ്ങനെ മെഥുശലഹ് ജനിച്ച കുടുംബത്തിൽ പുറകെ ലാമേക്ക് ജനിക്കുന്നു. ലാമേക്കിന്റെ തലമുറയായി നോഹ ജനിക്കുന്നു. നോഹ അവൻ ദൈവത്തോട് കൂടെ മടക്കുകയാണ്. നോക്കൂ, ആദാമ്യ പാപത്താൽ ജഡത്തിൽ പാപം വസിച്ച് ദൈവ വ്യവസ്ഥ വിട്ടുപോയ മാനവകുലം മറ്റൊരു സംസ്കാരം പണിത് 3 വിധ വീഴ്ചകളാൽ ദൈവത്തിൽ നിന്ന് അകന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് അവർ അനുസരണക്കേടിനാൽ അവർ ദൈവത്തോട് പാപം ചെയ്തതിനാൽ അവരെ ജഡത്തിൽ പാപം വസിച്ചു. അകത്ത് വസിക്കുന്ന പാപത്താൽ അവർ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തു. സ്വയത്തിൽ ആശ്രയിച്ച് സ്വയമായി വരുമാനമുണ്ടാക്കി ദൈവത്തിൽ ആനന്ദിക്കാതെ അവർ സംഗീതത്തിൽ ആനന്ദിച്ച് അവർ അവരുടേതായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തു. അത് നമുക്ക് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ പാപത്തിന്റെ മ്ലേച്ഛത കൊടികുത്തിവാണ് സകല ജനവും പാപത്തിനകത്ത് മുഴുകി ജീവിക്കുമ്പോൾ, പാപത്താൽ മലീമസമാക്കപ്പെട്ട് വീരന്മാരും മല്ലന്മാരും ജനിച്ച് മാനവകുലം മുഴുവൻ പാപത്തിൽ മുഴുകി നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ബൈബിൾ പറയുന്നു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് മലയാള ബൈബിൾ പറയുന്നു. എന്നാൽ ഇംഗ്ലീഷോ മറ്റു ഭാഷാന്തരങ്ങളോ വായിച്ചാൽ നോഹ ദൈവത്തിന്റെ കണ്ണിൽ അവൻ കൃപ കണ്ടെത്തി എന്നാണ് ബൈബിൾ വായിക്കുന്നത്, എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നോഹ ദൈവത്തിന്റെ കണ്ണിൽ കൃപ കണ്ടെത്തി. എന്റെ ചോദ്യം, നോഹെ ജനം മൊത്തം കണ്ണിൽ പാപം കുത്തിമറച്ച് പാപത്തിലേക്ക് നോക്കി പാപത്തിൽ രസിച്ചു ജീവിക്കുമ്പോൾ എന്താണ് നിന്റെ കണ്ണിൽ കൃപ കണ്ടെത്താൻ കാരണം? നോഹ പറയും, എന്റെ കുടുംബത്തിൽ ഇതാ പിതാവായ മെഥുശലഹ് ഇതാ ഇപ്പോഴും വയോവൃദ്ധനായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യനും ജീവിക്കാത്ത കാലഘട്ടം അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ പിതാവ് അവന് പേരിട്ടപ്പോൾ, ഞങ്ങളുടെ മൂത്ത വല്യപ്പൻ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നവൻ മെഥുശലഹിനെ പേരിട്ടപ്പോൾ ഒരു പദം പറഞ്ഞ പേരിട്ടത്, ഇവൻ പോകും, പ്രളയം വരും, ഇവൻ പോകും, അത് വരും, ഇവൻ എന്നോ മരിക്കും, ഇവൻ എന്നോ മരിക്കുന്ന ഒരു ദിവസം വരുമുണ്ട്. അന്ന് ദൈവം ഈ ഭൂമിയെ ശിക്ഷ വിധിക്കാൻ പോകുന്നു. ഈ ഭൂമിയെ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ശിക്ഷാവിധി ഭൗമമണ്ഡലത്തിലെ സകല ജഡത്തിന്മേലും വരാൻ പോകുന്നു. അതിൽ നിന്ന് എനിക്കും എന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. നോഹ വ്യത്യസ്തനായി അതിന്റെ നടുവിൽ എല്ലാ കണ്ണും പാപത്തിലേക്ക് നോക്കുമ്പോൾ നോഹയുടെ കണ്ണ് സ്വർഗത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ, നിന്റെ കുടുംബമോ നിന്റെ തലമുറയോ നിന്റെ കൂട്ടുകുടുംബമോ നിന്റെ നാടോ നിന്റെ പട്ടണമോ നിന്റെ രാജ്യമോ വിഷയമല്ല, എവിടെ ആയിക്കോട്ടെ, പാപം എത്ര നൃത്തം എന്ന രാജ്യമാണെങ്കിലും അതിന്റെ നടുവിൽ നിന്റെ നോട്ടം ദൈവത്തിലേക്ക് തിരിച്ചാൽ ദൈവത്തിന്റെ കണ്ണിലെ കൃപ അവൻ നിനക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. ബൈബിൾ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. പാപത്തിൽ നിന്നും പാപത്തിന്റെ ശാപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാണെങ്കിൽ ആ കൃപ കർത്താവ് നിങ്ങൾക്ക് ഇവിടെ തുറക്കുകയാണ്.
അത് നോഹയ്ക്ക് വേണ്ടി തുറന്നു. നോഹ ഇതാ ദൈവത്തിന്റെ കൃപ ലഭിച്ചപ്പോൾ ദൈവം മാനവകുലത്തിന്റെ അവസ്ഥ നോഹയുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം വളരെ നല്ലതെന്ന് കണ്ട് അവൻ 1:31 അവസാനിപ്പിച്ചെങ്കിൽ 6-ാം അധ്യായത്തിലെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, മനുഷ്യവർഗം പാപത്തോട് പാപം കൂട്ടി മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം ഇപ്പോൾ ദുഃഖിക്കുന്നു, ദൈവം ഇപ്പോൾ അനുദപിക്കുകയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ജീവസ്ഥാപനമായ സഭ എന്ന മഹാസൗധത്തെ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ദൈവം ഉണ്ടാക്കിയ മനുഷ്യനെ കണ്ടുകൊണ്ട് അവന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ദൈവം ഇപ്പോൾ അതികഠിനമായി ദുഃഖിക്കുകയാണ്, അവൻ അനുദപിക്കുകയാണ്. മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം ദുഃഖിച്ചു. എന്നാൽ അവിടെയും ദൈവം ഒരു പുതിയ പ്രൊജക്ട് തന്റെ കണ്ണിലേക്ക് നോക്കിയ നോഹയ്ക്ക് വേണ്ടി ദൈവം തുറന്നു കൊടുക്കുകയാണ്. 2 കാര്യം അവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയ നോഹയ്ക്ക് ദൈവത്തിന്റെ കണ്ണിൽ കൃപ കണ്ടെത്താൻ പറ്റി. അതുകൊണ്ട് അവന്റെ കുടുംബവും അവനും ആ ന്യായവിധിയിൽ നിന്ന്, ആ ശിക്ഷാവിധിയിൽ നിന്ന് അവൻ രക്ഷപ്രാപിച്ചു. മറുഭാഗത്ത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹപ്രകാരം ഒരു പുതിയ യുഗത്തിന്, ഒരു പുതിയ കാലഘട്ടത്തിന് നോഹ ആരംഭം കുറിക്കുകയാണ്. നോക്കൂ, ഇതുവരെ തന്റെ പിതാക്കന്മാർ ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ അരുളപ്പാട് അവൻ കേൾക്കുകയാണ്. രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതേ മതിയായുള്ളൂ. പിതാക്കന്മാരാരും കേൾക്കാത്തത് കൊണ്ട്, പിതാക്കന്മാരാരും പണിതിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പണിയാൻ തയ്യാറല്ല എന്ന് നോഹ പറഞ്ഞില്ല. പലർക്കും പറ്റുന്നൊരു അബദ്ധം അതാണ്, എന്റെ അപ്പ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങളുടെ പിതാക്കന്മാരാരും അത് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാൻ നമ്മെ പോലെ നോഹ തയ്യാറായില്ല. നോഹ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടുണ്ടോ, എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ മൂത്ത പിതാക്കന്മാർ ആരും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. ഈ തലമുറയിൽ ദൈവത്തിൽ ഈ തലമുറയ്ക്ക് വേണ്ട ദൂത് കേട്ട് അനുസരണത്തോടെ അത് ചെയ്യാൻ പ്രാപ്തിയോടെ ഇറങ്ങി വരുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ നന്ദിയുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അവരോട് പറഞ്ഞു, ഈ തലമുറയിൽ നീ രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ. ഈ തലമുറയുടെ ഒഴുക്ക് പാപത്തിന് പുറകെയാണ്. ഈ തലമുറ ജഡത്തിൽ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബൈബിൾ സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചാൽ അവിടെ കാണാം, കർത്താവിന്റെ വരവ്, യേശുവിന്റെ വരവ് നോഹയുടെ കാലഘട്ടം പോലെ അധംപതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവരാണോ? ഏത് കുഞ്ഞിനാണ് ഇവിടെ സ്വസ്ഥയോടെ ജീവിക്കാൻ കഴിയുന്നത്? ശൈശവ പ്രായത്തിലെത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലും കാപാലികന്മാരെ പോലെ കടന്നു പിടിക്കത്തക്ക നിലവാരത്തിൽ മനുഷ്യൻ മൃഗമായി നിൽക്കുന്ന കാലഘട്ടം, ദ്രവ്യാഗ്രഹം അത് അതിന്റെ മൂർത്തിമിത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം, മ്ലേച്ഛതയും ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു നശിച്ച കാലഘട്ടം. ഈ കാലഘട്ടത്തിലും കാലഘട്ടത്തെ കുറ്റം പറയാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ നിനക്ക് വേണ്ടി അവന്റെ കണ്ണിൽ കൃപ കൽപ്പിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാമെങ്കിൽ നിന്നിൽ കൂടെ എന്റെ ദൈവം ഈ രാജ്യത്തെ രക്ഷിപ്പാൻ, ഈ പട്ടണങ്ങളെ രക്ഷിപ്പാൻ, നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ, നിന്റെ കൂട്ടുകുടുംബത്തെ രക്ഷിപ്പാൻ അവൻ നിന്നിലൂടെ ഒരു പുതിയ പ്രൊജക്ട് അവൻ ഒരുക്കുവാൻ വിശ്വസ്തനായ ദൈവമാണെന്നുകൂടെ ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവം പറഞ്ഞു, നീ ദൈവത്തിന്റെ നീതി പ്രസംഗിക്കണം, ദൈവത്തിന്റെ റൈച്ചസ്നസ് നീ പ്രസംഗിക്കണം. നോഹ നീതി പ്രസംഗിക്കാൻ തുടങ്ങി. ആ നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയണം. നീതി പ്രസംഗിച്ചാൽ മാത്രം പോരാ, നീ പെട്ടകം പണിയണം. നോഹ എന്ത് വിശ്വസിച്ചോ അത് അവൻ പ്രസംഗിച്ചു. അവൻ എന്ത് പ്രസംഗിച്ചോ അവനത് ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അവൻ നീതി പ്രസംഗിയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവൻ എന്ത് ചെയ്തു? അവൻ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പെട്ടകം പണിതുവെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അവൻ ആ പെട്ടകം പണിതതിനാൽ അവൻ ജനതയെ അവൻ കുറ്റം വിധിച്ചു എന്നുകൂടെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ പണിത പെട്ടകം ദൈവം പറഞ്ഞു, നീ മറ്റു മരങ്ങൾ കൊണ്ടൊന്നും പണിയരുത്, നീ സാധാരണ മരങ്ങൾ കൊണ്ട് പണിയരുത്. ആ നാട്ടിൽ പലവിധമാകുന്ന സാധാരണ മരങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മുടെ നാട്ടിൽ ഇതുപോലെ മാവോ പ്ലാവോ അങ്ങനെയുള്ള സാധാരണ മരങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ നീ പെട്ടകം പണിയേണ്ടത് ഗോഫർ മരം കൊണ്ടാണ്. ഗോഫർ മരത്തിന്റെ പ്രത്യേകത, അതിന് ഒരു പ്രത്യേക കറയുണ്ട്. ആ കറയാണ് ആ മരത്തിന്റെ പ്രത്യേകത. ആ കറയുള്ള ഗോഫർ മരം, ആ മരത്തിന്റെ പ്രത്യേകത, എത്ര വലിയ ശക്തമേറിയ കാറ്റടിച്ചാലും, എത്ര വലിയ ശക്തമേറിയ ജലപ്രളയം അല്ല ജലം അതിലേക്ക് ശക്തിയോട് ഇടിച്ചു കയറി വന്നാലും അതിനെ തടുക്കാനുള്ള ശക്തി ഗോഫർ മരത്തിനുണ്ട്. നോക്കൂ, പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ നോഹ ഇത്ര കടുപ്പമാണെന്നൊന്നും നോഹ വിചാരിച്ചില്ല. നോക്കൂ, എത്രയോ മാസങ്ങളാണ് നോഹ പെട്ടകത്തിനകത്ത് ജീവിച്ചത്. നോക്കൂ, പക്ഷെ ആ പെട്ടകത്തിന് ഒരു കേടും പറ്റിയില്ല. കാരണം അത് പണിയുവാൻ രൂപകൽപ്പിതാവ്, അത് പണിയുവാൻ കൽപ്പിച്ച നമ്മുടെ കർത്താവ് പണിയുന്നത് ഏത് മരം കൊണ്ടായിരിക്കണമെന്ന് പോലും അവൻ തീരുമാനിച്ച ദൈവമാണ്. ആ
ഗോഫർ മരം നോക്കൂ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിന് നേടാൻ നിൽക്കുകയാണ്. നോക്കൂ, നമ്മുടെ കർത്താവ് അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, ആ അറുക്കപ്പെട്ട, ആ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്തു അവൻ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ഗോഫർ മരം കൊണ്ടാണ് പെട്ടകം പണിതിരിക്കുന്നത്. അർത്ഥാൽ ഈ പെട്ടകത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു വെള്ളത്തിനും പറ്റില്ല, ലോകത്തിലെ ഒരു കാറ്റിനും പറ്റില്ല, ലോകത്തിലെ ഒരു പ്രളയത്തിനും പറ്റില്ല. കാരണം ഈ പെട്ടകം പണിതിരിക്കുന്നത് ഗോഫർ മരം കൊണ്ടാണ്. അർത്ഥാൽ ഈ പെട്ടകം ഗോഫർ മരം കൊണ്ട് പണിതു. അതിന് മുകളിൽ ഒരു മുഴം താഴെ ഒരു കിളിവാതിൽ വെച്ചു. അതിനകത്തേക്ക് പ്രവേശിക്കുവാൻ ഏകവാതിലും വെച്ചു. ആ ഏകവാതിൽ ആരാ? അതും ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവാകുന്ന പെട്ടകം, ആ പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ ക്രിസ്തു എന്ന ഏകവാതിൽ, ക്രിസ്തു എന്ന ഏകവാതിലൂടെ ആ പെട്ടകത്തിലേക്ക് പ്രവേശിപ്പാൻ കൃപ ലഭിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നോക്കൂ, ആ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും ഭൂമിയിലെ ഈ രണ്ട് മൃഗങ്ങൾ, എല്ലാ ശുദ്ധിയുള്ള മൃഗങ്ങളും അവരകത്ത് പ്രവേശിച്ചു. എന്ത് സംഭവിച്ചു? യഹോവ പെട്ടകത്തിന്റെ വാതിലടച്ചു. ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊന്തി മുകളിൽ നിന്ന് പേമാരി പെയ്യാൻ തുടങ്ങി. പെട്ടകം വെള്ളത്തിന് മേൽ ഉയരാൻ തുടങ്ങി. എന്ത് സംഭവിച്ചു? പെട്ടകം ഉയർന്നുയർന്ന് ഇതാ വെള്ളത്തിന് മുകളിൽ പെട്ടകം ഇതാ ഇങ്ങനെ ഒഴുകി മടക്കുകയാണ്. ആ ലോകം മുഴുവൻ വെള്ളത്തിനകത്ത് മുങ്ങി, എല്ലാ പർവ്വതങ്ങളും വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയി. നോക്കൂ, അതിന്റെ മുകളിൽ ഇതാ നോഹയുടെ പെട്ടകം മാത്രം മുങ്ങാതെ അത് ഇങ്ങനെ ഒഴുകി മടക്കുകയാണ്. ശക്തമായ കാറ്റ് ലോകം മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഭൗമമണ്ഡലം മുഴുവൻ ശക്തമായ കാറ്റടിക്കുന്നു. ആ കാറ്റ് എല്ലായിടത്തും അടിക്കുന്ന കാറ്റാണ്. എന്നാൽ അല്പം കഴിയുമ്പോൾ ലോകത്ത് എവിടെയും അടിക്കാത്ത മറ്റൊരു കാറ്റ് നോഹയുടെ പെട്ടകത്തിന്മേൽ അടിക്കുകയാണ്. അർത്ഥാൽ രണ്ട് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ലോകം മുഴുവൻ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റ്, മറ്റൊരു കാറ്റ് ആ പ്രത്യേക ദൗത്യത്തോട് ദൈവം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാറ്റ്. എന്തിനാണ് ദൈവം ഒരു കാറ്റ് അടുപ്പിക്കുന്നത്? ദൈവം എന്തിനാണ് രണ്ടാമത് ഒരു കാറ്റ് അടിക്കുവാൻ വേണ്ടി അനുവദിച്ചത്? അത് മറ്റൊന്നിനു വേണ്ടിയല്ല. ഈ പെട്ടകം ഉറക്കേണ്ടത് അരാരാത്ത് പർവ്വതത്തിലാണ്. ഈ പെട്ടകം ഇന്ത്യൻ മഹാസമുദ്രത്തിലോ മറ്റേതെങ്കിലും ഒരു മഹാസമുദ്രത്തിൽ പോയി ഈ പെട്ടകം ഉറക്കാൻ പാടില്ല. കാരണം ഇതിന് എഞ്ചിൻ ഇല്ലാത്ത പെട്ടകമാണ്, ഇതിന് തുഴയാൻ പറ്റാത്ത പെട്ടകമാണ്. ഈ പെട്ടകത്തെ ഇപ്പോൾ ദൈവം അടുപ്പിക്കുന്ന ഒരു കാറ്റ് അരാരാത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്താണ് അരാരാത്ത്? അരാരാത്ത് എന്ന് പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥം when the case is reversed, എപ്പോൾ ശാപം തിരിച്ചിടുന്നുവോ അത് അനുഗ്രഹമാകുന്നുവോ അതാണ് അരാരാത്ത് പർവ്വതം. അർത്ഥാൽ അത് അനുഗ്രഹത്തിന്റെ പർവ്വതമാണ്. നോക്കൂ, ക്രിസ്തു എന്ന പെട്ടകത്തെ, ആ ക്രിസ്തുവിന്റെ നിഴലായ ആ പെട്ടകത്തെ ദൈവത്തിന് ഉറപ്പിക്കേണ്ടത് ആ അരാരാത്ത് പർവ്വതത്തിലാണ്. മറ്റൊരു പർവ്വതത്തിലും അവനെ ഉറപ്പിക്കുവാൻ ദൈവം തയ്യാറല്ല. ആ ഉറപ്പിച്ച ദിവസം ഏതാണ്? ആദ്യ മാസം 17-ാം തീയതിയാണ് ദൈവം പെട്ടകത്തെ അരാരാത്തിൽ ഉറപ്പിച്ചത്. ഇത് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലാണ്. ഇനി നോക്കൂ, ആദ്യ മാസം 17-ാം തീയതി പ്രത്യേകത എന്താണ്? ആദ്യ മാസം 17-ാം തീയതി പ്രത്യേകത തരണമെങ്കിൽ ആദ്യ മാസം 14-ാം തീയതി പ്രത്യേകത തരണം. ആദ്യ മാസം 14-ാം തീയതി പ്രത്യേകത തരണമെങ്കിൽ പെസഹ കുഞ്ഞാട് എന്നാണ് അർത്ഥം എന്ന് അന്വേഷിക്കണം. പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടത് പുറപ്പാട് പുസ്തകത്തിലാണ്. പിന്നെയും 42 അധ്യായങ്ങൾ കഴിഞ്ഞ് ഏകദേശം 3000-ൽ പരം വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. ആ പെസഹ കുഞ്ഞാടിനെ അറുത്തത് ആദ്യ മാസം 14-ാം തീയതിയാണ്. ഇനി പിന്നെയും ഏകദേശം 1670 വർഷം കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. അതെന്ന അത് മറ്റൊരു ആദ്യ മാസം 14-ാം തീയതിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതോ 14+3 17-ാം തീയതിയാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ആ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആദ്യ മാസം 17-ാം തീയതിയാണ് ഏകദേശം 4600ഓളം വർഷങ്ങൾക്ക് മുമ്പ് നോഹയുടെ പെട്ടകം അരാരാത്തിൽ ഉറച്ചു. എന്റെ ദൈവത്തിന്റെ പ്ലാൻ, എന്റെ ദൈവത്തിന്റെ പ്രൊജക്ട്, എന്റെ ദൈവത്തിന്റെ സമയ ഘടികാരം എത്ര മഹത്വകരമാണ്. ലോകത്തിൽ ഒരു തത്വചിന്തകനും ലോകത്തിൽ ഒരു ബുദ്ധിരാക്ഷസനും ചിന്തിച്ച് കണക്കുകൂട്ടുവാൻ കഴിയാതെ വണ്ണം 4000 ചില വർഷങ്ങൾക്ക് അപ്പുറം നടക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പൊൻപുലരിയിൽ എന്റെ കർത്താവ് അരാരാത്ത് പർവ്വതത്തിൽ അവൻ നോഹയുടെ പെട്ടകത്തെ ഉറപ്പിച്ച കർത്താവാണ്. ഈ പെട്ടകം അരാരാത്തിന്റെ മുകളിലെത്താൻ ദൈവം ശക്തമേറിയ ഒരു കാറ്റ് ആ പെട്ടകത്തിന് മേലെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു വന്ന് മറ്റൊന്നുമല്ല. ലോകത്തിൽ എങ്ങും കാറ്റടിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ മ്ലേച്ഛതയ്ക്കകത്താണ്, ലോകം മുഴുവൻ പാപത്തിനകത്താണ്. പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ശിക്ഷയായ ആ മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഏക മാർഗം അത് ക്രിസ്തുവാണ്.
ഏക വാതിൽ അത് ക്രിസ്തുവാണ്, ഏക വഴി അത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലൂടെ നീ രക്ഷാമാർഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ പ്രവേശിക്കുകയാണ്. ആ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച പോലെ നീ ക്രിസ്തുവിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി മാത്രമല്ല, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. നോക്കൂ, പുറമെ ശിക്ഷാവധി വെളിപ്പെട്ട് സകലരും ശിക്ഷാവധിയും ന്യായവിധിയും അനുഭവിച്ച് വെള്ളത്തിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുമ്പോൾ നോഹയും കുടുംബം മാത്രം പെട്ടകത്തിനകത്ത് അവർ സന്തോഷത്തോടെ അവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടകത്തിനകത്തിരിക്കുന്ന നോഹ മുകളിലേക്ക് നോക്കിയാൽ, വശങ്ങളിലേക്ക് നോക്കിയാൽ അവൻ കാണുന്നത് ഗോഫർ മരം കൊണ്ടുണ്ടാക്കിയ പെട്ടകമാണ്. ഗോഫർ മരത്തിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശക്തമേറിയ ആ പ്രളയത്തെ തടുക്കുന്നതാണ്. വെള്ളത്തിന്റെ ഇരമ്പിയുള്ള വരവിനെ തടുക്കുവാൻ ഗോഫർ മരത്തിനും അവന്റെ കരയ്ക്കും ശക്തിയുണ്ട്. എന്നാൽ രണ്ട് പീസുകളുടെ ഇടയിൽ, രണ്ട് മരപ്പീസുകളുടെ ഇടയിൽ എവിടെയെങ്കിലും അല്പം ലീക്കുണ്ടായി, അല്പമെങ്കിലും വെള്ളം അകത്ത് കയറിയാൽ ആ വെള്ളത്താൽ ഈ പെട്ടകം മുങ്ങിപ്പോകാം. പെട്ടകം മുങ്ങിപ്പോകാതിരിക്കാൻ രണ്ട് ഗോഫർ തടികളുടെ ഇടയിൽ ദൈവം പറഞ്ഞു അവിടെ നീ കീല് തേക്കണം. ആ കീല് തേച്ചാൽ അകത്തും പുറത്തും തേക്കണം. അകത്ത് തേച്ച കീല് കൊണ്ട് അകത്തേക്ക് വെള്ളം വരാതെ ആ വെള്ളത്തെ അത് തടുക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? പുറമെയുള്ള ഒരു തുള്ളി വെള്ളം പോലും അകത്ത് കയറാൻ പാടില്ല. നീ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം ഒരു ലെവലേശം നിന്റെ അകത്തേക്ക് കയറാതിരിക്കാൻ, പാപത്തിന്റെ ഒരു കണിക പോലും നിന്നെ പ്രവേശിക്കാതിരിക്കാൻ കർത്താവ് അവന്റെ പുത്രന്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി ശുദ്ധീകരിച്ചവനാണ്. ആ രക്തത്തിന്റെ ശക്തി കണ്ടാൽ നിന്റെ അകത്ത് സമാധാനം വരികയാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്താൽ അവൻ നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ആ രക്തത്താൽ നമുക്ക് വന്ന സമാധാനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അത്താൽ കാണുന്ന കീൽ അത് പ്രായശ്ചിത്തത്തിന് ഉപയോഗിക്കുന്ന എബ്രായപദമാണ്. അവിടെ ആ ഭാഗത്ത് ദൈവാത്മാവ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രായശ്ചിത്തം യേശുക്രിസ്തുവിന്റെ രക്തത്താലാണല്ലോ സംഭവിച്ചത്. നോക്കൂ, അപ്പോൾ ആ കീല് അകത്തുനിന്ന് കാണുന്ന നോഹയ്ക്കും കുടുംബത്തിനും സമാധാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ പുറമേ നിന്ന് കാണുന്ന ദൈവത്തിന്റെ അകത്ത് സംതൃപ്തി ഉണ്ടാകുകയാണ്. പെസഹ കുഞ്ഞാന്റെ രക്തത്താൽ അല്ല, സാക്ഷാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട്, നീതികരണത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന പിതാവിനായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. രക്തം പിതാവിനെ സന്തോഷിപ്പിച്ചെങ്കിൽ എന്നെ അത് സമാധാനത്തിലേക്ക് മടത്തി. നോക്കൂ എന്തോ ഉണ്ടായി. അടുത്തത് ദൂതന്മാരെ നിന്ന് ചോദിക്കുക. ദൂതന്മാർ പറയും, ഞങ്ങളുടെ തലവന്മാരിൽ ഒരുവനായ ലൂസിഫർ അവൻ ഞങ്ങളെ വിട്ട് ദൈവത്തിന് വിരോധമായി അവൻ ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ നോക്കൂ, അവൻ ദൈവത്തിന് വിരോധമായി ഉണ്ടാക്കിയ ഒരു പദ്ധതികളെയും ജയമാക്കി മാറ്റാതെ ഞങ്ങളുടെ ദൈവം അവനെ തടുത്തല്ലോ. ആ പെട്ടകത്തിനകത്തൂടെ ദൈവമൊരുക്കിയ രക്ഷ കണ്ടുകൊണ്ട് ദൂതഗണം ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു, അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് നമുക്ക് പുറമെ മറ്റൊരാളും കൂടി ഉണ്ട്. അത് മിസ്റ്റർ ലൂസിഫറും അവന്റെ കൂട്ടാളികളുമാണ്. അവരുടെ ഒരു അറ്റാക്കിനും അവരുടെ ഒരു ആക്രമണത്തിനും തൊടാൻ കഴിയാതെ വണ്ണം ദൈവമൊരുക്കിയ പെട്ടകം, വിഭാവനം ചെയ്ത ആ പെട്ടകം പിശാചിനെ തൊടുവാൻ കഴിയാതെ വണ്ണം ഒരു പുതിയ യുഗത്തിലേക്ക്, ഒരു പുതിയ ഭൂമിയിലേക്ക് നോഹയെയും കുടുംബത്തിനെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മഹത്വമാണ് ദൈവമൊരുക്കിയ പദ്ധതി. അതാ അരാരാത്തിൽ ആ പെട്ടകം ഉറക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണെങ്കിലും നിങ്ങൾക്ക് ക്രിസ്തുവിൽ കൂടെ സ്വർഗത്തിലെ സകല അനുഗ്രഹവും പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ അവസ്ഥ ദൈവം ചോദിക്കുന്നില്ല. നിങ്ങൾ ഏത് ശാപത്തിലാണോ, നിങ്ങൾ ഏത് തകർച്ചയിലാണോ, നിങ്ങൾ ഏത് പ്രശ്നത്തിലാണോ, അതോ എല്ലാ വഴികളും അടയപ്പെട്ടവരാണോ, ദൈവത്തിന് ഇതൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി അവനൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവനൊരു വഴി വെച്ചിട്ടുണ്ട്. ആ വഴി ക്രിസ്തുവിൽ കൂടെയാണ്. നീ ക്രിസ്തുവിനെ എന്റെ പാപങ്ങൾക്ക് പകരമാണ് അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ നീ രക്ഷകനും കർത്താവായി സ്വീകരിക്കാമെങ്കിൽ അവന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്ന നിമജ്ഞന സ്ഥാനമേക്കാമെങ്കിൽ നീ ക്രിസ്തുവിലാകുകയാണ്. അപ്പോഴും പ്രശ്നമെല്ലാം തീരുമെന്ന് വിചാരിക്കരുത്. പക്ഷെ ഒരു മെച്ചമുണ്ട്. നിന്നെ അടിക്കുന്ന കാറ്റുകൾ മുഴുവൻ നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകുന്ന കാറ്റാണ്. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും അത് നന്മയ്ക്കായി ഭവിക്കപ്പെടുകയാണ്. ബൈബിൾ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നന്മയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും അവൻ നന്മയ്ക്കായി ചെയ്തുകയുമാണ്. ഒരു അനുഗ്രഹത്തിന്റെ തീരം നിന്റെ മുമ്പിൽ കർത്താവ് വെച്ചിട്ടുണ്ട്. ഒരു അനുഗ്രഹത്തിന്റെ പർവ്വതം നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. നിന്നെ അപമാനിച്ചവരും നിന്നെ അവഹേളിച്ചവരും നിന്നെ തള്ളിപ്പറഞ്ഞവരും നിന്നെ വിതക്കുന്നവരും നിന്നെ പ്രാന്തനം തന്നെവരും മുഴുവൻ ശിക്ഷാവിധിക്കകത്തുപെട്ട് ഈ ഭൂമിയിൽ അവസാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മടിയിൽ അവരുടെ ശബ്ദങ്ങളൊന്നുമില്ലാത്ത ഒരു പുതിയ യുഗം ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. നീ അവരുടെ മടിവിൽ നിന്റെ ദൈവം ജീവനമയമെന്ന്
തെളിയിച്ചുകൊണ്ട് ഒരു ജൈത്രയാത്ര നിന്റെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എന്തിനാ തകരുന്നത്, എന്തിനാ തളരുന്നത്, എന്തിനാ ഉഴലുന്നത്? ദൈവം വെച്ച പദ്ധതികൾ കാണാൻ നമ്മുടെ കണ്ണ് തുറക്കട്ടെ. ക്രിസ്തുവിനെ അറിയുവാൻ കർത്താവിന്റെ ഹൃദയം തുറക്കട്ടെ. ക്രിസ്തുവിനോട് പ്രാർത്ഥിപ്പാൻ, ക്രിസ്തുവിൽ ആകുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ അത് പ്രാപിപ്പാൻ നമുക്ക് അവന്റെ വചനം ധ്യാനിക്കാം, അവന്റെ വചനം നമുക്ക് ഭക്ഷിക്കാം. മരണത്തിന് തൊടാൻ കഴിയാത്ത, ശാപത്തിന് തൊടാൻ കഴിയാത്ത അനുഗ്രഹം മാത്രം തുറക്കുന്ന, പുതിയ ഒരു യുഗം മാത്രം തുറക്കുന്ന, നിത്യത മാത്രം തുറക്കുന്ന, നിത്യജീവൻ മാത്രം പകരുന്ന ക്രിസ്തുവിലേക്ക് വാ. ലോകത്തിന്റെ പുറകെ വട്ടം കറങ്ങല്ലേ. ലോകത്തിന്റെ കാലഗതിയിൽ നിന്ന്, ലോകത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ക്രിസ്തു എന്ന വാതിലൂടെ നിത്യതയിലേക്ക് കടക്ക്. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി വിളിക്കുകയാണ്. ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഘടകങ്ങളെ ചൊല്ലി ക്രിസ്തു എന്ന പെട്ടകത്തെ തള്ളിക്കളയരുത്. ആ പെട്ടകത്തിനകത്ത് പ്രവേശിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ. അതിനാൽ നിങ്ങൾക്ക് കർത്താവ് വെച്ച സകല നന്മകളും അവൻ പകരുവാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവനകത്ത് നീ പ്രവേശിക്കപ്പെട്ടാൽ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. അവനകത്ത് നീ പ്രവേശിച്ചാൽ ഒരുപക്ഷെ ലോകത്തിലെ ബന്ധങ്ങൾ മുറിയപ്പെടുമായിരിക്കാം. നോഹയുടെ മരുമക്കളുടെ അപ്പൻ, അമ്മ, സഹോദര ബന്ധങ്ങൾ എല്ലാം വീടുകളിലുണ്ട്. പക്ഷെ അവരാരും പെട്ടകത്തിൽ കയറിയില്ല. പക്ഷെ അവർ കയറാത്തതിനാൽ മരുമക്കൾക്ക് രക്ഷ കിട്ടാതിരുന്നില്ല. ആര് കയറിയില്ല വിഷയമല്ല, കയറിയവർക്ക് രക്ഷ. നോക്കിയിരുന്നവർ അവിടെ കിടക്കും. നോഹയുടെ മക്കൾക്ക് മാതാപിതാക്കളും സഹോദര ബന്ധങ്ങളും കയറാത്തതിനാൽ വിഷമമുണ്ടെങ്കിലും കർത്താവ് അവരെ രക്ഷിച്ചു നോർത്ത് അവർ നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയും. അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുമ്പോൾ ബന്ധുക്കൾ, ചർച്ചക്കാർ, നാട്ടുകാർ, വീട്ടുകാർ അവരുടെ മനോഭാവം എന്താണെന്ന് അന്വേഷിക്കാതെ നീ പ്രവേശിക്കാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് 1% പോലും നഷ്ടപ്പെടരുത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. അത് ദൈവം ഒരുക്കിയതാണ്. അതിനെ കൈവിട്ട് കളയരുത്. അത് തേജസ്സിന്റെ കർത്താവാണ്. അവങ്കിലേക്ക് കർത്താവിനെ മാടി വിളിക്കുമ്പോൾ കടന്നുവ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവേ, ക്രിസ്തു എന്ന പെട്ടകത്തിനകത്ത് പ്രവേശിച്ച് ലോകത്തിൽ അങ്ങയക്കുന്ന ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യനിത്യങ്ങൾ കർത്താവിനോട് അധിവസിപ്പാൻ അങ്ങനെ മക്കളെ കർത്താവ് ബലപ്പെടുത്തണമേ. കർത്താവ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പാപത്തെ ചൊല്ലിക്കൊണ്ട് പാപത്തിന്റെ ശിക്ഷയായ രോഗങ്ങളോ ഞെരുക്കങ്ങളോ ശാപങ്ങളോ തകർച്ചകളോ കുടുംബങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിൽ കൂടെ ലഭ്യമായ സകല നന്മകളും സകല വിടുതലുകളും സകല അനുഗ്രഹങ്ങളും സ്വർഗ്ഗം അവരുടെ മേൽ അയക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, കർത്താവ് വഴികൾ തുറക്കട്ടെ. കർത്താവേ, എല്ലാറ്റിനേക്കാളും വലിയ ഏറ്റവും വലിയ അത്ഭുതമായ അത്ഭുതമന്ത്രിയായ ക്രിസ്തുവിനെ കണ്ട് അവനെ സ്വീകരിപ്പാൻ അങ്ങനെ മക്കളുടെ ഹൃദയത്തിൽ കർത്താവ് കൃപ കൊടുക്കണമേ. കർത്താവ്, ഞാൻ അവരായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഞാൻ അർപ്പിക്കുന്ന പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലിംഗുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്തും നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ലോകമെങ്ങും പുതിയ വെളിപ്പാടുകൾ പ്രചരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദ മീഡിയ മിനിസ്ട്രിക്ക് ഏറിയ സാമ്പത്തിക ചെലവുകളുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കാളിയായി തീരുവാനുള്ള സാവകാശമുണ്ട്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. പുതിയ വെളിപ്പാടുകൾ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ താല്പര്യമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:45 മുതൽ 10:30 വരെ തൃശൂർ ശക്തൻ നമ്പർ 2 സ്റ്റാൻഡിലുള്ള തൃശൂർ ടവർ ഹോട്ടലിൽ വെച്ചും 9:30 മുതൽ 12 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചും പുതുക്കാട് ടൗണിൽ വെച്ചും ആരാധനയും വീടുന്ന ശുശ്രൂഷകളും നടത്തപ്പെടുന്നു. നിങ്ങൾ ഏവരെയും ഞങ്ങൾ കർത്തൃനാമത്തിൽ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. വീണ്ടും കാണുമ്പോൾ കർത്താവിന്റെ ചെറുകനെ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇനിമേൽ ദാസന്മാരല്ല ദൈവത്തിൻ സ്നേഹിതർ നാം. ഇനിമേൽ ദാസന്മാരല്ല ദൈവത്തിൻ സ്നേഹിതർ നാം. എന്നൊര ചെയ്തവൻ നമ്മുടെ മിത്രമായി നമുക്കായി ജീവനെ തന്നവൻ. എന്നൊര ചെയ്തവൻ നമ്മുടെ മിത്രമായി നമുക്കായി ജീവനെ തന്നവൻ. അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയാ.